ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ നിസ്നിം നിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്നപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. രതാപ്പിക്കും കുഞ്ഞിപ്പെണ്ണിനും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് ഫോട്ടോ എടുക്കാനും നടത്താനൊക്കെ എനിക്ക് ഭയങ്കര കൊതി. അപ്പോൾ എനിക്ക് കുഞ്ഞിപ്പെണ്ണ് നടക്കണൊക്കെ ഒരു പ്രായമാകുമ്പോഴാണ് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല രസം ഉണ്ടാവാല്ലേ. അപ്പം എനിക്കത് വരെയും നോക്കിയിരിക്കാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോക്കി തപ്പി എടുത്തതാണ് കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണിന്റെ സൈസുള്ള ഡ്രസ്സ് നെതാപ്പിക്ക് കിട്ടൂല, നെതാപ്പിയുടെ സൈസുള്ള ഡ്രസ്സ് കുഞ്ഞിപ്പെണ്ണിന് കിട്ടൂല. അങ്ങനെ കുറേ നോക്കി രണ്ടുപേർക്കും ഒരേപോലെ കിട്ടുന്നത് മാച്ചായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഒരേപോലെ ഇടിക്കാനായിട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് രണ്ടുപേർക്ക് ഞാൻ ഇടിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിന് കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഇത് മീഷോന്നാണ് കേട്ടോ എടുത്തത്. ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ എനിക്ക് തോന്നുന്നത് ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റൂല. ഇപ്പം നോർമലി നമ്മൾ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യൂലല്ലോ. 1, 2, 3 തവണ കൂടി ഒരു 3 തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആ ഫോട്ടോയിൽ കണ്ട് സെയിം ആയിട്ട് തോന്നി. ഞാൻ പിന്നെ മീഷോ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം നോക്കുക, നമ്മൾ റേറ്റിംഗ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. 4 സ്റ്റാറിന് മേളിലെ റേറ്റിംഗ് ഉള്ളത് നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ടെൻഷൻ അടിക്കേണ്ട. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പും ഞാൻ മീഷോന്ന് എടുത്തതാണ് കേട്ടോ. എന്തോ 200 സംതിങ് ആയിരുന്നു കേട്ടോ റേറ്റ്. 250 അങ്ങനെ 230 അങ്ങനെ ഒരു റേറ്റിന് എടുത്തതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ടോപ്പ് മീഷോന്ന് ഞാൻ എടുത്തതാണ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ പോകാം. അപ്പം ഞാൻ ഡ്രസ്സെല്ലാം ഞാൻ ഒരു സൈഡിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം പറഞ്ഞു പോകാം. കാരണം പെണ്ണ് എപ്പോഴും എണീക്കണമെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റൂല. അപ്പം ഞാൻ എടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ എല്ലാം പൊട്ടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ട്, കാരണം എനിക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആക്രാന്തമുള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട് നല്ലതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് കുഞ്ഞു പിള്ളേർക്ക് എപ്പോഴും വൈറ്റ് കളർ നല്ല രസമായിരിക്കും ഇടുമ്പോൾ. എനിക്കിപ്പോൾ ഇങ്ങനെ എനിക്ക് വൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും ഞാൻ വൈറ്റ് കളർ ഡ്രസ്സ് നോക്കി എടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഒരു വൈറ്റ് കളർ ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. ഇട്ടിട്ട് നല്ല രസം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൈയില്ല ഇതുപോലെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഒന്നുമില്ല. നല്ല സിമ്പിളായിട്ട് ഇടാം. കാറ്റൊക്കെ നല്ല സുഖമായിട്ട് കയറിക്കോളും. ചൂടൊന്നും എടുക്കൂല. നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നണത് 84 രൂപയാണ് കേട്ടോ. 84 രൂപയാണ് ഈ ഒരു ടോപ്പിന് അയക്കണത്. ബാക്കിൽ ഇതുപോലെ ചെറുകണ ചുരുക്കായിട്ട് എലാസ്റ്റിക് ആണ് കേട്ടോ. ഇതുപോലെ എലാസ്റ്റിക് ആണ്. നമുക്ക് ലെങ്ത് കുറഞ്ഞാലും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക, ഇതിന് ഒരു ബെറ്റിക്കോട്ടൊക്കെ പോലെ ഉണ്ടല്ലോ, ചെറിയൊരു ഫ്ലവർ ഉണ്ടെന്നുള്ളൂ. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത് 84 രൂപയാണ് കേട്ടോ ഈ ഒരു ഇതിന് വന്നത്. അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞിന്. ഇനി അടുത്തത് കാണിക്കാം. അടുത്തത് എല്ലാം പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ട് നമുക്കിപ്പോൾ വേഗം കാണിക്കാമെന്ന് വിചാരിച്ചത്. അടുത്തത് ഞാൻ എടുത്തതാ ഇതാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ഉടുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വലുത് നദാപ്പിയുടെ ആണ്. പിന്നെ അതാ ചെറുത് കുഞ്ഞു പെണ്ണിൻ്റെ ആണ് കേട്ടോ. കുഞ്ഞിതും വലുതും. അപ്പോൾ ഇതേപോലത്തെ 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതും വലുതും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏജ് അനുസരിച്ച് ചില ഡ്രസ്സിനൊക്കെ റേറ്റ് കൂടും. ചിലതിന് സെയിം റേറ്റ് തന്നെയായിരിക്കും, ചിലതിന് റേറ്റ് കൂടും. അപ്പം ഇതിന് കുഞ്ഞിന് എനിക്ക് അയക്കണത് എനിക്ക് തോന്നുന്നു ഇതിന് എന്തോ 94, 95 റേറ്റാണ് കേട്ടോ ഇതിന് വന്നിരിക്കുന്നത്. നിതാപ്പിക്ക് വന്നത് 115 രൂപയാണെന്ന് തോന്നുന്നു. 115 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും എന്തായാലും അതിന് കൂടുതലില്ല, കുറവാണെങ്കിലും കൂടുതൽ എന്തായാലും ഇല്ല കേട്ടോ. അപ്പം അതുപോലെ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ഡ്രസ്സിലും വൈറ്റ് ഇത് ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ ചെറുതിന് എടുക്കണുണ്ടിട്ട് ഞാൻ കൂടുതൽ വൈറ്റ് നോക്കി ഞാൻ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വൈറ്റും ബ്ലാക്കും. ചെറുത് ഇടുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ സെയിം ഒരേപോലത്തെ കിട്ടണ്ടേ. അപ്പോൾ
കിട്ടണനുസരിച്ച് എടുത്ത് ഏകദേശം മോഡൽ സെയിം ആയിട്ട് ആണ് കേട്ടോ. എനിക്ക് സത്യമായിട്ട് എനിക്ക് ഇതുപോലത്തെ ഉടുപ്പൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. നെതാപ്പിൻ്റെ പ്രത്യേകിച്ച് ഇടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഈ ഉടുപ്പ് സംഭവങ്ങളൊന്നും. പിന്നെ ഒരേപോലത്തെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എടുത്തതാണ്. പക്ഷെ ഇട്ടപ്പം നല്ല രസമുണ്ട് കേട്ടോ, രണ്ടുപേർക്ക് നല്ല രസമുണ്ടാകുന്നു ഇട്ടപ്പം. അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാനിത്. പിന്നെ അടുത്തത് കുഞ്ഞിൻ്റെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനും എനിക്ക് തോന്നുന്നത് നല്ല റേറ്റ് കുറവാണ്. ഇതിനും കൊച്ചിന് എന്തോ എനിക്ക് തോന്നുന്നത് 199 ആ റേറ്റിനാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഉടുപ്പിട്ട. പിന്നെ നെതാപ്പിയുടെ അതിൻ്റെ വലുത് വലിയുടുപ്പും കുഞ്ഞുടുപ്പും. കുഞ്ഞിപ്പെണ്ണ് അവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞിപ്പെണ്ണ് എണീറ്റിട്ട് ഞാൻ കിടത്തി ഉറക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ലാസ്റ്റ് ഞാൻ കാണിച്ചത് താത്തിക്കുയി ഇതേപോലത്തെ 2 ഡ്രസ്സാണ് കേട്ടോ. ഇത് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേലത്തെ ഇതിന് ചെറിയൊരു കളറ് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇതാടെ കുറച്ച് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റ് കളർ പോലെയാണ്. പക്ഷെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ അറിയില്ല, ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. അപ്പം ഇതുപോലെ 2 ഡ്രസ്സ് ഇതുപോലെ 4 എണ്ണമാണ് കേട്ടോ. ഇതുപോലെ 2 വൈറ്റും ഇതുപോലെ 2 ബ്ലാക്കും ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും ഇത് ഈ 4 ഡ്രസ്സും പിന്നെ ഈ വൈറ്റ് ടോപ്പും കൂടി 500 എന്ന് വേണമെങ്കിൽ പറയാം. 500 രൂപയായിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സൂപ്പറാണ് കേട്ടോ, അടിപൊളി മെറ്റീരിയലാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന് എടുക്കുമ്പോൾ ഒരുപാട് പേർക്ക് മെറ്റീരിയൽ കൊള്ളൂല. അത് നമ്മൾ റേറ്റിംഗ് നോക്കി എടുക്കുക. ഇപ്പോൾ ഈ 3 സ്റ്റാറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ എടുക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കൊള്ളൂല, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, നമുക്കങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു ടൈപ്പായിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലും കൊള്ളാം, നല്ല എനിക്കെന്താ പറയുക, നല്ല പിള്ളേർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷനൊന്നും എടുക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ. അപ്പം നെതാക്കും ഇതിട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, അത് ഇങ്ങനത്തെ ഒന്നും ഇടാറില്ലാത്തതുകൊണ്ടിട്ട് നെതാപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ എടുത്തതൊക്കെ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല നല്ല മെറ്റീരിയലാണ്. നമ്മൾ തന്നെ നോക്കുന്നത് മെറ്റീരിയലാണല്ലോ. ഇതും ഇതുപോലെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ അതിൽ പിക്ചർ കണ്ട പോലെ തന്നെ വന്നിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇപ്പോഴും ഇടുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല ലൂസാണ് കേട്ടോ. ഞാൻ ഷേപ്പൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ നേരിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നോക്കാം. എനിക്ക് പറ്റിയില്ലെങ്കിൽ ലിങ്ക് വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ഇടാം കേട്ടോ. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ 4K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 5Kയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.